മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വളവിലെ എല്ലാ അപകടങ്ങളും അവിടെ പറയുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് വണ്ടികൾക്കൊന്നും ബ്രേക്ക് കിട്ടാത്തത് കൊണ്ട് അവിടെ ആക്സിഡൻ്റ് ആകുന്നു എന്നാണ്. എന്നാൽ അതൊരു യഥാർത്ഥ ഉത്തരമായിരുന്നു. ഒരിക്കലുമല്ല. ആ വട്ടപ്പാറ വളവിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. അവിടുത്തെ നിവാസികൾക്കും പണ്ട് താമസിച്ചിരുന്നവർക്കും ഇന്നത്തെ പ്രായമായ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ആ വളവിനെ കുറിച്ച് ഒരു കഥ പറയാനുണ്ട്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ കേൾക്കാം. ഞാനീ പറയുന്ന ഈ വളവിൽ വെച്ച് ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം എനിക്ക് കുറച്ച് വിചിത്രമായി തോന്നി. ഇപ്പോഴൊന്നുമല്ല, കുറച്ച് കാലങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു അനുഭവം അവന് ഉണ്ടായത്. അവന് മലപ്പുറം അത്ര പരിചയമില്ലാത്ത സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് അവൻ കൊച്ചിയിൽ നിന്നും ബൈക്ക് മാർഗം മലപ്പുറത്തേക്ക് വരുന്ന സമയത്താണ് യാദൃശ്ചികമായി അവന് വട്ടപ്പാറ വളവ് വഴി പോകേണ്ടി വന്നത്. അതുകൊണ്ട് അന്നത്തെ രാത്രി അവന് ഉണ്ടായി എന്ന് പറയുന്ന ചില വിചിത്രമായ അനുഭവങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ ഈ സുഹൃത്ത് ഒരു യൂട്യൂബർ കൂടിയാണ്. ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ക്യാമറയും സെൽഫി സ്റ്റിക്കും ഉണ്ടാവുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന എല്ലാ ഭാഗങ്ങളും അവൻ പല സെക്ഷനായി വ്ളോഗ് പോലെ പ്രസൻറ്റ് ചെയ്തിരുന്നു. അതും അവൻ്റെ ഫോണിൽ എല്ലാം സേവായിരുന്നു. അങ്ങനെ പതിയെ പതിയെ അവൻ എല്ലാ സ്ഥലങ്ങളിലും വ്ളോഗും ക്യാമറയുമെല്ലാം എടുത്ത് അവൻ ഏകദേശം രാത്രിയായിരുന്നു വട്ടപ്പാറ വളവിലേക്ക് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലേക്ക് എത്തുന്ന സമയത്ത്. മലപ്പുറം ജില്ലയിൽ നിന്നും വീണ്ടും അവന് വട്ടപ്പാറ വളവ് വഴി അവന് വരാനുള്ളത് നിലമ്പൂരിലേക്കായിരുന്നു. അതുകൊണ്ട് അവന് അധിക സമയം കൂടെ വണ്ടിയിൽ പോവേണ്ടതുള്ളത് കൊണ്ട് തന്നെ അവൻ കുറച്ച് മുന്നേ ആയിട്ട് തന്നെ അവൻ്റെ ഡിന്നറെല്ലാം കഴിച്ചിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് യാത്ര പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് അവിടുത്തെ ചായക്കടയിലെ ഒരു മുതിർന്ന ചേട്ടനോട് ഇനി വട്ടപ്പാറ വളവിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചത്. അത് കേട്ട ഉടനെ അദ്ദേഹം വളരെ വിചിത്രമായി അവനെ നോക്കി പറഞ്ഞു, ഇനി കഷ്ടിച്ച് ഒരു 2 കിലോമീറ്റർ മാത്രമേ അങ്ങോട്ട് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ സമയത്ത് അതിൽ പോവേണ്ട ആവശ്യം എന്താ എന്ന് കൂടി ചോദിച്ചു. മറ്റേതെങ്കിലും എളുപ്പവഴി ഉണ്ടോ അത് മറികടക്കാൻ എന്ന് കൂടി അവൻ ചോദിച്ചു. അതിന് അദ്ദേഹം ഉണ്ട് എന്ന് തന്നെയായിരുന്നു ഉത്തരം നൽകിയത്. എന്നാൽ അവൻ മറുപടിയായി ഒരു ചോദ്യം കൂടെ ചോദിച്ചു, എന്താണ് ഈ സമയത്ത് വട്ടപ്പാറ വഴി പോയാലെന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, അതിൽ പോകുമ്പോൾ അല്പം സൂക്ഷിക്കണം, എന്തൊക്കെയോ പല വിചിത്രമായ കഥകളും അവിടെ പ്രചരിക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു. ഇത് കേട്ട ഉടനെ എൻ്റെ സുഹൃത്തിന് ത്രില്ലടിച്ചു. കാരണം അവന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഒട്ടും വിശ്വാസമില്ലാത്ത ആളായിരുന്നു. ഒരു പ്രേതത്തെ എപ്പോഴെങ്കിലും നേരിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു പ്രകൃതവുമായിരുന്നു അവൻ്റേത്. അതുകൊണ്ട് ഇന്ന് എന്തായാലും വേണ്ടിയില്ല, ഞാൻ വട്ടപ്പാറ വളവ് വഴി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു പ്രേതത്തെ സെറ്റാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാനെന്ന് കൂടി അവൻ ചിരിച്ച് പരിഹസിച്ച് അവിടെ നിന്നും വണ്ടിയെടുത്ത് അങ്ങോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവൻ ഒടുവിൽ വട്ടപ്പാറ വളവിലെത്തി. അവൻ്റെ മുന്നിലൂടെ ഒരു വലിയ ചരക്ക് ലോറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ടും അവൻ ആ വഴി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ വട്ടപ്പാറ വളവ് കഴിഞ്ഞ് അതിൻ്റെ അങ്ങേ അറ്റം വരെ അവൻ എത്തി. ആ സമയത്ത് അവൻ മനസ്സിൽ പരിഹസിച്ച് ചിരിച്ചു. ഈ വഴി മുഴുവൻ കടന്നിട്ടും ഞാൻ ഒരു പ്രേതത്തെ പോലും നേരിട്ട് കണ്ടില്ലല്ലോ എന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒന്ന് തിരിച്ചു പോയി നോക്കാം എന്നുകൂടി അവന് മനസ്സിലോർത്തത്. അങ്ങനെ അവൻ ആ വട്ടപ്പാറയിലെ ചുരം പോലെയുള്ള ആ വളവ് അവൻ്റെ ബൈക്ക് ഉപയോഗിച്ച് ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു വൃദ്ധൻ, വെള്ള വസ്ത്രം ധരിച്ച ഒരു വൃദ്ധൻ, അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു വെള്ള തലക്കെട്ടുമുണ്ടായിരുന്നു, പെട്ടെന്ന് അവൻ്റെ വണ്ടിക്ക് നേരെ ചാടി വീണത്. എന്നാൽ ആ സമയത്ത് അവന് ബ്രേക്ക് പിടിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അവൻ ബൈക്കുമായി അവിടെ മറിഞ്ഞു വീണു. എന്നിട്ട് അദ്ദേഹത്തെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതിന് അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. അതിന് അദ്ദേഹം ചോദിച്ച മറുപടി ഇതായിരുന്നു, നീ എങ്ങോട്ടാണ് ഇത്ര വേഗത്തിൽ പോകുന്നത്? നിനക്ക് വേഗത്തിൽ പോയി എങ്ങോട്ടാണ് എത്താനുള്ളത് എന്ന് കൂടി ചോദിച്ചു.
അതിനവൻ മറുപടി പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ അവൻ്റെ കൈമുട്ടിൽ തൊലി അല്പം പോയിരുന്നു. അവിടെ നിന്നും രക്തം വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ മാറ്റി ആ മുറിവിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉടക്കി. എന്നിട്ട് കൈവച്ച് അത് പൊത്തിപ്പിടിച്ച് അദ്ദേഹത്തോട് മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അവൻ ഞെട്ടിത്തരിച്ചത്. അവനോട് ചോദ്യം ചോദിച്ച ആ ഒരു പ്രായമായ വ്യക്തി തനിക്ക് മുന്നിലില്ല. അദ്ദേഹം അവിടെ നിന്നും എങ്ങോട്ടോ പോയി. എന്നാൽ ചുറ്റുപാടും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കണ്ണുകൾ പരതി നോക്കി. എന്നാൽ അവന് ആരെയും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് ആ വഴി ഒരു ആംബുലൻസ് അവന് നേരെ വന്നത്. അവൻ റോഡിൽ കിടക്കുന്നത് കണ്ടിട്ടാവാം അദ്ദേഹം അവിടെ വണ്ടി നിർത്തി അവൻ അരികിലേക്കെത്തി അവനോട് ചോദിച്ചു, എന്ത് പറ്റി? ആക്സിഡൻ്റ് ആയതാണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കൂടി ആ ആംബുലൻസ് ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ വണ്ടിക്ക് മുന്നിലേക്ക് ഒരു വൃദ്ധൻ എന്നൊക്കെ അദ്ദേഹം പിച്ചും പേയും പറയുന്നത് പോലെ അവിടെ ഇവിടെയും തൊടാത്ത ചില കാര്യങ്ങൾ ആ ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞു. നിങ്ങൾ പറയുന്നതിൻ്റെ ഉള്ളടക്കം എനിക്ക് വ്യക്തമല്ല, എങ്കിൽ പോലും എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് വട്ടപ്പാറ വളവിലാണ്. ഈ വളവിൽ പണ്ട് കാലം മുതലേ ചില വിചിത്രമായ കാഴ്ചകൾ പലരും കണ്ടതായി പറയുന്നുണ്ട്. ഞാൻ ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. ഞാൻ രാത്രിയിലും പകലും ഇതുവഴി പോവാത്ത സമയങ്ങളില്ല. എന്നാൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രേതത്തെയോ വിചിത്രമായ രൂപത്തെയോ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. കാരണം എൻ്റെ കയ്യിലാണ് എപ്പോഴും മറ്റൊരു ജീവൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല എന്നാണ് സത്യം. അങ്ങനെ ആ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു, ഞാൻ ഏതായാലും വണ്ടി ഒന്ന് സൈഡാക്കാം. നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്നും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ വളവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആംബുലൻസ് പാർക്ക് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത് എന്നൊക്കെ ചോദിച്ചു. അതിനവൻ ചില മറുപടികളും പറഞ്ഞു. ആ സമയത്താണ് അവൻ്റെ കയ്യിലെ സെൽഫി സ്റ്റിക്കും ക്യാമറയും ആ ആംബുലൻസ് ഡ്രൈവർ കണ്ടത്. ഓ, നിങ്ങളൊരു യൂട്യൂബർ അങ്ങനെ എന്തെങ്കിലും ആണോ? നിങ്ങൾ വീഡിയോ എല്ലാം ചിത്രീകരിക്കുന്ന ആളോ മറ്റോ ആണോ എന്നൊക്കെ ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചില വീഡിയോസ് എല്ലാം യൂട്യൂബിൽ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് അവന് പെട്ടെന്ന് ഓർമ്മ വന്നത്, തൻ്റെ ക്യാമറ റെക്കോർഡിങ്ങിലായിരുന്നല്ലോ. താൻ കണ്ട കാഴ്ച ആ ക്യാമറയിൽ പതിച്ചിട്ടുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് അവന് ഓർമ്മയിൽ വന്നു. അത് ആ ആംബുലൻസ് ഡ്രൈവറോട് അവൻ ആ സമയം തന്നെ പറയുകയും ചെയ്തു. ഞാൻ ഈ വളവ് കടക്കുന്ന സമയത്ത് ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരുന്നു. ചിലപ്പോൾ ഞാൻ കണ്ട രൂപത്തെയോ അല്ലെങ്കിൽ എനിക്കുണ്ടായ ഇൻസിഡൻറ്റോ ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് ഞാനിതൊന്ന് ക്യാമറയിലെ വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലെ മൊബൈൽ ഫോണിൽ അവൻ എടുത്തിരുന്ന വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ ആ കയറ്റം കയറി പോകുന്നതിന് ശേഷം അവൻ വീണ്ടും തിരിച്ചിറങ്ങുന്ന ഭാഗം വരെ അതിനകത്തുണ്ട്. പെട്ടെന്ന് ക്യാമറയും ബൈക്കും ചെരിയുന്ന തരത്തിലുള്ള ചില മിസ്മാച്ച് വീഡിയോസാണ് അതിനകത്ത് കണ്ടത്. എന്നാൽ അവൻ സംസാരിക്കുന്നത് അതിൽ കേൾക്കുന്നുണ്ട്. ആ വൃദ്ധനെ അവൻ വഴക്ക് പറയുന്നതൊക്കെ അതിനകത്ത് കേൾക്കുന്നുണ്ട്. എന്നാൽ ആ വൃദ്ധനെയോ ആ വൃദ്ധൻ തിരിച്ച് ഇങ്ങോട്ട് പറയുന്നതായിട്ടുള്ള ഒരു ചിത്രങ്ങളോ ഒരു ശബ്ദമോ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അത് അവനെ അല്പം വിചിത്രമായി തോന്നി. വിശ്വസിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ വിഷ്വൽസ് കണ്ട ആംബുലൻസ് ഡ്രൈവറും ഒന്ന് ഞെട്ടി. പെട്ടെന്ന് ഇവന് എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് വരെ ആ ആംബുലൻസ് ഡ്രൈവർ മനസ്സിലോർത്തു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസും ഇല്ലാത്ത ഒരാളായിരുന്നു അത്. വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ സെറ്റിൽഡ്, വെൽ ജോബ്, അങ്ങനെയുള്ള എല്ലാ ഗുഡ് പ്രൊഫൈൽസും ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ഈ ആംബുലൻസ് ഡ്രൈവർ ആ ഒരു കഥ വിശ്വസിക്കാൻ മനസ്സിലുറപ്പിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ നിന്നും പോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അവൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് വന്നത്. അങ്ങനെ ഇനിയും കൂടുതൽ ഈ സമയത്ത് ഈ വളവിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അടുത്ത് എവിടെയെങ്കിലുമുള്ള വർക്ക്ഷോപ്പിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ആ രാത്രി തന്നെ അവർ രണ്ടുപേരും ആ ആംബുലൻസിൽ അങ്ങോട്ട് തിരിക്കുന്നു. എന്നാൽ ആ വളവ് കടന്ന് അവർ അടുത്തുള്ള ജംഗ്ഷൻ വരെ പോയെങ്കിലും അവർക്ക് ഒരു മെക്കാനിക്കിനെ ഒന്നും ലഭിച്ചില്ല. തിരിച്ച് വീണ്ടും ആ ആംബുലൻസ് ഡ്രൈവറോട് അദ്ദേഹം പറഞ്ഞു, എന്നെ ബൈക്കിനടുത്ത് തന്നെ ഡ്രോപ്പ് ചെയ്തോളൂ, ഞാൻ ഇറക്കമിറങ്ങി അവിടെ എവിടെയെങ്കിലും സേഫായി നിന്നോളാം എന്ന് പറഞ്ഞ് ആ ആംബുലൻസ് ഡ്രൈവറുടെ കൂടെ അങ്ങോട്ട് വരുന്ന സമയത്താണ് ഈ ഒരു കാര്യം അവിടെ കണ്ടത്. അദ്ദേഹം പറഞ്ഞ അതേ രൂപത്തിലുള്ള അതേ വെള്ള വസ്ത്രം ധരിച്ച ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ നിൽക്കുന്നു. അതും അവരെ കാത്ത് അവർക്ക് നേരെ ഒരു കൈ കാണിച്ച് അദ്ദേഹം ആ റോഡിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ ആ ആംബുലൻസ് ഡ്രൈവർ അവിടെ വണ്ടി നിർത്തിയില്ല.
അവിടെ നിന്നും മുന്നോട്ട് അതിവേഗത്തിൽ വണ്ടി പായിപ്പിച്ച് താഴെയുള്ള ഒരു ചായക്കടയ്ക്ക് അരികിൽ അവൻ്റെ വണ്ടി നിർത്തി. എന്നിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി അവൻ ഒരു വലിയ നെടുവേർപ്പെട്ടു. എന്നിട്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ആ ചായക്കടക്കാരനോട് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. അതിന് ആ ചായക്കടക്കാരൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. വളരെ പണ്ട് ഈ വട്ടപ്പാറ വളവ് പണിയാൻ വേണ്ടി അവിടുത്തെ പണി ഏൽപ്പിച്ചിരുന്നത് അവിടെയുള്ള ഒരു രാമൻ മേസ്തിരിക്കാണ്. എന്നാൽ ആ സമയത്ത് വളരെ കോമ്പറ്റീഷൻ നടക്കുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് എല്ലാം ആ വളവിൻ്റെ പണി ഏറ്റെടുക്കാനായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവരുണ്ടാക്കിയ ഒരു ചതിയിൽപ്പെട്ട് ആ രാമൻ മേസ്തിരിയെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന എൻജിനീയേഴ്സ് അദ്ദേഹത്തെ കൊന്ന് ആ വളവിൽ തന്നെ അടക്കം ചെയ്തു എന്നാണ് കഥ പറയുന്നത്. അതിനുശേഷം ആ വളവിലൂടെ വരുന്ന ഏത് വണ്ടിയും അവിടെ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെട്ടിരുന്നില്ല. എപ്പോഴും അപകടങ്ങൾ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വളവിനെ മരണവളവ് എന്നുകൂടി ഈ പ്രദേശത്തുള്ളവർ വിളിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു വിചിത്ര കഥ കേട്ടതിൽ പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഉള്ളിൽ ഭയമായി. ഈ ആംബുലൻസ് ഡ്രൈവർക്കും ഇത്തരത്തിലുള്ള ഒരു കഥ ഈ വളവിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നത് അറിയില്ലായിരുന്നു. എന്നാൽ ഈ ചായക്കടയിലെ ഈ പ്രായമായ ആ മനുഷ്യൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വളരെയധികം പേടി തോന്നിയിരുന്നു. അങ്ങനെ അതിനുശേഷം ആംബുലൻസ് ഡ്രൈവർ അവിടെ നിന്നും മടങ്ങിപ്പോയി. പിന്നീട് നേരം വെളുക്കുവോളം ആ ചായക്കടയ്ക്കരികിൽ അവൻ നേരം വെളുപ്പിക്കുകയുണ്ടായി. പുലർന്നതിന് ശേഷം അദ്ദേഹം നടന്ന് ആ വളവിൽ പോയി അദ്ദേഹത്തിൻ്റെ ബൈക്കെല്ലാം റെഡിയാക്കിയതിനു ശേഷം വീണ്ടും നിലമ്പൂരിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് കഥ. ഞാൻ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്തെ കഥയാണിത്. ഇതിന് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് വ്യക്തമല്ല. ഈ ചാനൽ ഒരിക്കലും അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ ഒരു കഥ തികച്ചും വിനോദത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കഥയാണ്. നിങ്ങൾക്ക് വട്ടപ്പാറ വളവിനെ കുറിച്ച് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കഥകൾ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന മെയിലിലേക്കോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്കോ അറിയിക്കേണ്ടതാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് കൂടെ കൂടാവുന്നതാണ്.